ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുത്തനൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ സെഡോണൊക്കെ കൈ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളന്ന് ഒരു തുരുമ്പിച്ച ഒരു വണ്ടി കാട്ടിൽ നിന്ന് കെട്ടി വലിച്ചുകൊണ്ട് വന്നേ അത് ആ സെഡോണാണ് ഇപ്പോൾ ഈ കിടക്കണം ഗൈസ്. ഓക്കെ, അപ്പം ദേ ഇവനാണ് നമ്മുടെ ഐറ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവനെ ഒന്ന് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കിലൊരു ചെറിയ സ്റ്റിക്കർ വർക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ വെക്കണം. അതിനായിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ട്രവറണ്ണൻ്റെ ഗ്യാരേജിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റിക്കർ വർക്ക് ചെയ്യാനായിട്ട് ഒരു കടയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ പോകുന്ന വഴി നമ്മളിവിടെ നിന്ന് നിർത്തിയതാണ്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ഏതാണ്ട് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ടൊന്ന് ഇറങ്ങിയതാണ്. അപ്പം നമ്പർ പ്ലേറ്റൊക്കെ ഉടനെ വെക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ അതൊന്നും ഇതുവരെ വെച്ചിട്ടില്ല. നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്യുമ്പം അവിടെ നിന്ന് അത് വെച്ചോളാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു ഉച്ച ഒരു 1-2 മണിയോ അല്ലെങ്കിൽ ചിലപ്പോൾ വൈകിട്ട് ആവാൻ തന്നെ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നല്ല പണി വരുന്നുണ്ട്. അത്ര പണിയൊന്നുമില്ല, വലിയ നമ്മൾ ഗ്രാഫിക്സ് അല്ലല്ലോ അടിക്കുന്നത്, അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, ഇത് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നെയിം ബോർഡിൻ്റെ അവിടെയൊക്കെ ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ട് അകത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിമ്മാക്കുമ്പം നമ്മുടെ അകത്തൊക്കെ കത്തും ഗൈസ്. ഇതേ കണ്ട. ഓക്കെ, നമ്മുടെ ഇൻറ്റീരിയറൊക്കെ ഒരു രക്ഷയില്ലാത്ത വർക്കാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, ഇനി ഇവനെ കൊണ്ട് നേരെ നമ്മുടെ നെയിം ബോർഡ് അടുപ്പിക്കണം. പിന്നെ എന്താണ് ഗ്രാഫിക്സ് അല്ല, ബാക്കിലൊരു സ്റ്റിക്കർ അടിക്കണം. എപ്പോഴും ഗ്രാഫിക്സ് എന്നാണ് വരുന്നത്. നമ്മുടെ ഏതെങ്കിലും ഒരു വണ്ടിക്ക് നമ്മൾ ഗ്രാഫിക്സ് അടിക്കും ഗൈസ്. ഓക്കെ, അത് ഉറപ്പാണ്. ഏതെങ്കിലും ഒരു നമ്മുടെ ബോസിനോ സിൻസ്റ്ററിനോ ഇവനോ ആർക്കെങ്കിലും നമ്മൾ ഗ്രാഫിക്സ് അടിക്കും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് മിസ്, ഇപ്പോൾ കൊമ്പൊടിഞ്ഞ് അവിടെ ഇരുന്നേനെ. അയ്യോ. ഓക്കെ, എന്തായാലും നമുക്കങ്ങ് പറത്തി അടിച്ച് വിടാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ട്. ട്രെയിൻ വരുമോ? ഇല്ലില്ല, നമുക്കങ്ങ് എടുത്തേക്കാം വണ്ടി. അയ്യോ, അടി തട്ടല്ലേ. ഓക്കെ, ഓക്കെ, സെറ്റ്, തട്ടിയില്ല. ഓക്കെ, അപ്പോൾ ഇവനെ എടുത്തുകൊണ്ട് ഇനി നമുക്ക് ഓരോ ട്രിപ്പുകളൊക്കെ പോകണം. അപ്പോൾ നമുക്കിന്ന് 3 വണ്ടിയായിട്ടുണ്ട്. നമ്മുടെ ബോസും സിൻസ്റ്ററും പിന്നെ ഇവനും ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. നമുക്കെന്തായാലും വണ്ടി എടുത്തുകൊണ്ട് പോയി കൊടുത്തേക്കാം അവിടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇനി ഇവിടുന്ന് ഇപ്പോൾ ഇനിയും കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അതാണ് നമ്മൾ ഇവിടെ വന്നിട്ട് എടുക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചായിരുന്നു. ഇപ്പോൾ ഒരു 7 മണി 6:45 ആയിട്ടുണ്ട്. അപ്പം നമുക്കത് ഇവിടെ അടുത്താണ്. ഓക്കെ, അപ്പം നമ്മുടെ വണ്ടി കുറച്ച് നേരത്തെ കിട്ടിയതായിട്ട് നമുക്ക് തോന്നും ഗൈസ്. പണിയൊക്കെ തീർത്ത് ഇത്രയും ഒരു നശിച്ച ഒരവസ്ഥയിൽ കിടന്ന വണ്ടിയായിരുന്നു. നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും കുറച്ച് സമയം എടുത്തുള്ളത് നിങ്ങൾ വിചാരിക്കും. പക്ഷേ അതല്ല ഗൈസ്, നമ്മൾ വണ്ടി കൊടുത്തൊരു 3 ആഴ്ച കഴിഞ്ഞാണ് നമ്മൾ വീഡിയോ ഇട്ടത് ഗൈസ്. ഓക്കെ, അപ്പോൾ അതിനുള്ളിൽ വണ്ടിയുടെ പകുതി വർക്ക് നടന്നിട്ടുണ്ടായി. ഓക്കെ, അതാണ് സംഭവം. ഓക്കെ, എന്തായാലും നമുക്ക് ഗ്രാഫിക്സ് കടയിൽ വണ്ടി കൊണ്ട് കൊടുത്തേക്കും ഗൈസ്. ഓക്കെ, ഓക്കെ ഓക്കെ, നമ്മൾ വളരെ പെതുക്കെയാണ് വിടുന്നത്. കാരണം വല്ല ഇടി തട്ടോ മുട്ടോ വല്ലതും കിട്ടിയാൽ പുത്തൻ വണ്ടി. ഓക്കെ ഗൈസ്, അങ്ങനെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെ ആണ്, ഇങ്ങോട്ടേക്ക് വളച്ച് കയറ്റാം. വലിയ വണ്ടിയൊക്കെ കയറണോണ്ട് നല്ല വീതിയിലാണ് ഈ സംഭവം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് വലിയ റിസ്ക് ഇല്ലാതെ വണ്ടി കയറ്റാൻ പറ്റി. ഓക്കെ ഗൈസ്, ഇവിടെങ്ങും ആരും കാണാനില്ലല്ലോ. നമ്മൾ ഇവരുടെ ഓഫീസിലേക്ക് കയറിയതാണ് ഗൈസ്. എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ അതിനായിട്ട്. അതെ, ഇവിടെ ഒരു പുള്ളിക്കാരൻ ഇരിപ്പുണ്ട്. പറഞ്ഞോ, എന്താ വേണ്ടേ? അതെ ബ്രോ, ഇന്ന് ഞാനൊരു വണ്ടിയുടെ നെയിം ബോർഡൊക്കെ സെറ്റ് ആക്കാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞായിരുന്നു. അറിയാം. നീയാണോ അത്? വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? കൊണ്ടുവന്നിട്ടുണ്ട് ബ്രോ. ഓക്കെ, എവിടെയെങ്കിലും പോകാനുണ്ടെ പൊയ്ക്കോ. നമ്മള് വണ്ടി സെറ്റ് ആക്കിയിട്ടങ്ങ് വിളിച്ചേക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ബ്രോ, സെറ്റ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ വണ്ടിയുടെ പണിയൊക്കെ തീർത്ത് നമ്മളെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. എന്തായാലും ചെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. എൻ്റെ അളിയാ സീന്.
ഇവിടുന്ന് കാണുമ്പോഴേ നല്ല ലുക്ക്. നമ്മുടെ കർട്ടനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് മാറ്റി ഒരു ബ്ലൂ കളർ ആക്കി ഗൈസ്. നമ്മുടെ കർട്ടനൊക്കെ സീൻ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ എഡിഷൻ നെയിം വന്നിട്ട് പ്രഡേറ്റർ എന്നാണ് ഗൈസ്. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിലൊരു പ്രഡേറ്റർ നമ്മുടെ എഡിഷൻ നെയിം വെച്ചുള്ളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവനെ എടുത്തുകൊണ്ട് ഇനി നമുക്ക് പോയേക്കാം. ഓക്കെ, ഡോറൊക്കെ തുറന്നിട്ടേക്കുവാണ്. നല്ല മണമുണ്ട് ഗൈസ്. അതാണ്ട് സ്പ്രേ ഒക്കെ അടിച്ച് സെറ്റാക്കിയെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വണ്ടി അങ്ങ് എടുത്തുകൊണ്ട് പോയേക്കാം. ക്യാഷും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് കൊടുത്തോണ്ട് അത് കൊടുക്കാൻ ഇനിയും പോകേണ്ട കാര്യമില്ല അതിനകത്തോട്ട്. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ കർട്ടനൊക്കെ ഫുള്ള് മാറ്റി ബ്ലൂ കളറൊക്കെ ആക്കി. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചേരുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ പറയുക ഗൈസ്. കർട്ടനൊക്കെ ചേരുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ പറയണം ഗൈസ്, കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയേക്കാം. ഓക്കെ കണ്ടോ ഗൈസ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. അതായത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഒരു സ്റ്റിക്കർ പോലെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ചുമ്മാ ഒരു ഡിസൈനായിട്ട് കൊടുത്തതാണ്. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് അടിക്കണം. ഓക്കെ, അതൊക്കെ അടിക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പം ഇത് ഇൻറ്റീരിയറൊക്കെ കാണിക്കാം ഗൈസ്. ഇതാണ് ഇൻറ്റീരിയർ. അപ്പോൾ നമ്മൾ മറ്റേ വെയിലടിക്കാതിരിക്കാനുള്ള കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അതാണ് ഒരു ഇരുട്ട് പോലെ തോന്നുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയേക്കാം ഗൈസ്. നമ്മുടെ BS4 വണ്ടി കേട്ടോ, നമ്മുടെ BS4 പ്രൊഡേറ്റർ. ഓക്കെ, ഇപ്പം 3 വണ്ടി ആയിട്ടുണ്ട് നമുക്ക്. നമ്മുടെ ബോസും സിൻസ്റ്ററും പിന്നെ നമ്മുടെ പ്രൊഡേറ്റർ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് വണ്ടി ഒന്ന് സൈഡിലേക്ക് ഒതുക്കാം. ഓക്കെ, വണ്ടിയുടെ ഫുള്ള് ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മുടെ പ്രൊഡേറ്ററിൻ്റെ ലുക്ക് വരുന്നത് ഗൈസ്. നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ കർട്ടനോ അല്ല എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇനി നമ്പർ പ്ലേറ്റ് അടിക്കണം. അതിനാണ് ഇനി നേരെ കൊണ്ടുപോകുന്നത്. പക്ഷേ അത് ഈ വീഡിയോയിൽ വരത്തില്ല. നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ വണ്ടി അങ്ങനെ ഉണ്ടെന്ന് കമൻറ്റൊക്കെ ചെയ്യുക. നമ്മുടെ ബോണറ്റൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും പറയൂ ഇതിപ്പം നമ്മുടെ കാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണെന്ന്. ഓക്കെ, ആരും പറയത്തില്ല. അമ്മാതിരി ലുക്കാക്കിയിട്ടുണ്ട് നമ്മുടെ ഡ്രൈവറണ്ണൻ. ഓക്കെ, നല്ല അടിപൊളി മണവും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഓക്കെ, എന്തായാലും ഇനി നമ്മുടെ ഏതെങ്കിലും ഒരു വണ്ടിക്ക് നമ്മൾ ഗ്രാഫിക്സ് അടിക്കും ഗൈസ്. അതിനൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം ബൈ.